പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം പലരും ആവശ്യപ്പെട്ടതാണ്, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നതാണ്. എന്താണെന്നറിയാമോ? ഈ കൂടെയുള്ളവർ നെഗറ്റീവ് ആയാൽ എന്ത് ചെയ്യും, അല്ലേ? അതാണ് ഇത്രയും നാൾ കാത്തിരുന്നത്. പലരും പറയാറുണ്ട്, ഇങ്ങോട്ട് പോട്ടെ ഇത് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. കൂടെയുള്ളവർ നെഗറ്റീവാണ്, പക്ഷെ പുറമേ ഉള്ളവരൊക്കെയാണ് നമുക്ക് അകറ്റി നിർത്താം. അത് അയലോക്കാരോ മറ്റു ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആണെങ്കിൽ പിന്നെ അവരോട് മിണ്ടായിരുന്നാൽ മതിയല്ലോ, കാണാതിരുന്നാൽ മതിയല്ലോ. പക്ഷേ അതല്ല, നമ്മളോടൊപ്പം ജീവിതകാലം മുഴുവൻ സന്തത സഹചാരികളായിട്ട് സഞ്ചരിക്കേണ്ടവരാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ള മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, മക്കളാകാം, ഭാര്യയാകാം, ഭാര്യയ്ക്ക് ഭർത്താവാകാം. എപ്പോഴും നെഗറ്റീവ്, കട്ട നെഗറ്റീവ്. അല്ലെങ്കിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ഒന്നും കിട്ടുകയൊന്നുമില്ല. എല്ലാ ദിവസവും ഇവരുടെ മുഖം കണ്ടേ പറ്റുള്ളൂ. ഇവരിലൂടെ പലതും നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഈ വ്യക്തി നല്ല ഉറച്ച നെഗറ്റീവ്, എല്ലാ കാര്യത്തിലും ടോക്സിസിറ്റി ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കും. ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ സുഗന്ധം പരക്കുന്ന പോലെ തന്നെ ദുർഗന്ധം വമിക്കുന്ന ഒരു ചന്ദനത്തിരി അടുത്ത് അരിയിൽ കത്തിയുന്നതായിരിക്കും. അതിൽ നിന്ന് വമിക്കുന്ന എല്ലാം നമ്മളിലേക്കും എഫക്റ്റ് ചെയ്യും, അല്ലേ? ഇതിന് എന്താ പരിഹാര മാർഗം? പലരും വിധി എന്ന് പറഞ്ഞ് അങ്ങ് ഓരോ ദിവസങ്ങൾ എണ്ണി കഴിയുകയാണ്. ചിലർ റിയാക്ട് ചെയ്യും. ആ റിയാക്ഷൻ ഏത് തലം വരെ എത്തുമെന്നറിയാമോ? ഭയങ്കര കോൺസിക്വൻസസ് കുടുംബത്തിലും കാലങ്ങളോളം നിലനിൽക്കുന്ന പ്രശ്നങ്ങളായിട്ട് മാറും. കാരണം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത പല രക്തബന്ധങ്ങളുണ്ടാകുന്നേ, അല്ലെങ്കിൽ ചേർത്ത് നിർത്തേണ്ട ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഇങ്ങനെയുള്ളവരെല്ലാം നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. അവരെ മാറ്റാൻ നമുക്ക് പറ്റില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ അവരും മാറിയിട്ട്, അല്ലെങ്കിൽ എന്താണ് ഇത് മനസ്സിലാക്കാത്തത്, ഞാൻ നല്ല കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യുന്നത് പറയുന്നത്, അവരെന്തുകൊണ്ട് അതേപോലെ മനസ്സിലാക്കുന്നില്ല എന്ന് ഉള്ള നിങ്ങളുടെ ചിന്ത കൂടുതൽ നിങ്ങളെ ഡൗൺ ആക്കും. അതിന് പകരം എന്ത് വേണം? അവരെ നിങ്ങൾ മനസ്സിലാക്കുക. മറക്കരുത്. ഒന്ന്, എന്താണ് അവർ നമ്മളെ മനസ്സിലാക്കാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷം കൂടെയേ ഉള്ളൂ. കാരണം അവരതാണ്, നമ്മളാണ്. അതിന് പകരം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവരെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരുടെ സഹജമായ ചില വാസന അതാണ്. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. ഒരു വീട്ടിലാണ് ഒരു അമ്മയ്ക്ക് പെറ്റ ഇരട്ടക്കുട്ടികളാണെങ്കിലും വ്യത്യസ്തരാണ്, പിന്നല്ലേ അല്ലാത്തവർ. അതുകൊണ്ട് മനസ്സിലാക്കുക, അവരെ മനസ്സിലാക്കുക. അവരിന്നതാണെന്ന് മനസ്സിലായാൽ അവിടുന്ന് വരുന്ന ടോക്സിറ്റികൾ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. ഒരു അവബോധമാണ് ആദ്യം വേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരെ മാറ്റാൻ ശ്രമിക്കരുത്. പകരം നമ്മൾ അവരെ മനസ്സിലാക്കുക. എന്നിട്ട് ഈ മച്ചുവ കിട്ടിയ അല്ലെങ്കിൽ പായ്ക്കപ്പൽ കണ്ടിട്ടില്ലേ നമ്മൾ? പ്രതികൂല സാഹചര്യത്തിലൂടെ കാറ്റൊക്കെ വരും, പക്ഷെ ആ മച്ചുവയിൽ അല്ലെങ്കിൽ ആ പായ്ക്കപ്പലിൽ സഞ്ചരിക്കുന്ന ആള് അതിൻ്റെ ഡയറക്ഷൻ തിരിച്ചുകൊണ്ടേയിരിക്കും. പ്രതികൂലമായ കാറ്റ് വന്നാൽ അതിനെ അനുകൂലമാക്കാൻ അതിൻ്റെ വിൻഡ് ഡയറക്ഷൻ അനുസരിച്ച് പായെ റൊട്ടേഷൻ മാറ്റുമ്പോഴാണ് ഈ വഞ്ചി സ്പീഡിൽ മുൻപോട്ട് പോകുന്നത്. പ്രതികൂല സാഹചര്യത്തിലും കുതിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ പ്രതികൂല സാഹചര്യത്തെ നമുക്ക് അനുകൂലമാക്കി ഡയറക്റ്റ് ചെയ്യാനുള്ള നമ്മുടെ ബുദ്ധി, ഇൻ്റലക്ച്വൽ അവിടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോടൊപ്പം ജീവിക്കാൻ പറ്റും. അല്ലെ നിങ്ങൾ ക്വിറ്റ് ചെയ്താൽ തന്നെ എവിടെ പോയാലും ഇതൊക്കെ ഉണ്ടാവും എന്നർത്ഥം. അപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ പ്രാക്ടീസ് ചെയ്യുക. ആദ്യം വേണ്ടത്, നിങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തവരാണ് ഇവർ, അല്ലേ? അതുകൊണ്ട് തന്നെ അവരിൽ അവരുടെ മനസ്സിൻ്റെ ബലക്കുറവ് കൊണ്ടാണ് പലരും ഇങ്ങനെയൊക്കെ പറയുകയെടുക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിന് ശക്തി ആർജിക്കുക എന്നുള്ളതാണ്. എംപവർ യുവർ മൈൻഡ്. സാഹചര്യത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല. തളരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ എംപവർ ചെയ്യുക, എലിവേറ്റ് ചെയ്യുക എന്ന് പറയും. ഇപ്പോൾ സൂര്യപ്രകാശം നല്ലോണം അടിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ലെൻസും കൂടെ പിടിച്ചിട്ട് നമ്മളൊരു ഇലയിലേക്ക്, സാധാരണ പച്ച ഇലയിലോട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചൂട് താങ്ങാനുള്ള കരുത്ത് ഈ ഇലയ്ക്ക് ഇല്ലാത്തതാണ്, വാടിപ്പോവും. അപ്പോൾ എന്ത് വേണം? ആ പ്രതലം സ്ട്രോങ് ആക്കുക, ഒരു കരിങ്കല്ല് പോലെ ആക്കുക. അപ്പം നമ്മളെ ഇത് ബാധിക്കില്ല, അവരാൽ വരുന്ന കേസുകളൊന്നും. ഈ ഒരു മനോഭാവം വെച്ചിട്ട് മനസ്സിന് ശക്തി കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനോ അവരെ പ്രത്യക്ഷത്തിൽ നെഗ്ലക്റ്റ് ചെയ്യരുത്. അവർക്ക് മനസ്സിലാകുന്ന രീതി ഉള്ളുകൊണ്ട് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റണം. ഉള്ളി നമ്മൾ വിചാരിക്കണം സ്വാഭാവികം. കേട്ടിട്ടില്ലേ മോഹൻലാൽ കൊണ്ട് പറയുന്നത്? സ്വാഭാവികം. അതിന് അവരെ തിരുത്താൻ പറ്റില്ല. ഈ ലഘുവായ മനോഭാവം അവരുടെ കാര്യത്തിൽ വെച്ച് പുറത്താൻ സാധിക്കും. ഒരു ബുള്ളറ്റ് പ്രൂഫ് എടുത്തിടുന്നത് പോലെ എല്ലായിടത്തുനിന്നും വെടികണ്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെയെല്ലാം മറികടക്കാൻ നമുക്ക് ചുറ്റും മതിൽ കെട്ടാൻ പറ്റില്ല. നമ്മളൊരു ബുള്ളറ്റ്, ഒരു കവചം ഈ മനസ്സുകൊണ്ട് ആദ്യം എടുക്കുക. അതാണ് ആദ്യം ഒരു തിരിച്ചറിവ് എന്നുള്ള നിലയ്ക്ക് ഈ നെഗറ്റീവ് പീപ്പിളിനോടൊപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ അറിയാനുള്ള കാര്യം. രണ്ടാമത്തത്, അവരെ പറ്റി നമുക്ക് ഇച്ചിരി
സൂക്ഷിച്ച് ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. അവരിലെ ചില നന്മകളൊക്കെ ഉണ്ടാവുമല്ലോ ഏതെങ്കിലുമൊക്കെ, അതിനെ ഇച്ചിരി അപ്രീഷിയേറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ മുഴുവൻ അവരുടെ നന്മയെ പോലും നമ്മൾ നെഗറ്റീവായിട്ടായിരിക്കും കാണുക. എന്തെങ്കിലും ചില ഗുണങ്ങളില്ലാതിരിക്കില്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? അവരുടെ നന്മ, ഇപ്പോൾ ഒരു ഗതിയും പരഗതിയില്ല, ജോലിക്കും പോവില്ല, എപ്പോഴും കുറ്റപ്പെടുത്തലുമായിട്ട് വീട്ടിൽ നിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചു, വെറുതെ കുതിയിരിക്കുക, എന്നിട്ട് എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ നന്മ എന്താ? ആ ആളവിടെ ഉള്ളതുകൊണ്ടൊരു സെക്യൂരിറ്റിയെ നിർത്തണ്ടല്ലോ. അപ്പോഴാണ് പറയുക, ഇപ്പോൾ ഭർത്താവിൻ്റെ കേസാണെന്ന് പറയാം, ആയാലും നിങ്ങൾ ഉള്ളത് കാരണം ഒരു സുരക്ഷിതത്വമൊക്കെ ഉണ്ട്, എനിക്ക് പേടിക്കാതെ കഴിയാം, ചുമ്മാ അതെങ്കിലും പറയേ. അപ്പോഴോ ഇവർ നിങ്ങളിലേക്കുള്ള ആ നെഗറ്റിവിറ്റിയുടെ ആ സപ്ലൈ അല്പം കുറയ്ക്കും. അവരുടെ ചില കഴിവുകളെ നമ്മളൊന്ന് എലിവേറ്റ് ചെയ്യാം. പിന്നെ അപ്രീസിയേഷൻ കൊടുക്കുക എന്ന് പറയും. അത് ഈ വൈരാഗ്യം മനസ്സിലേക്കും പലപ്പോഴും സാധിക്കാറില്ല. എങ്കിൽ തന്നെയും അത് ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് കുറേശ്ശെ പ്രചോദനം കൊടുക്കത്തക്ക രീതിയിൽ നന്മകളെ ഒന്ന് കണ്ട് പറയുകയും കൂടെ വേണം. അത് നമ്മുടെ പെരുമാറ്റത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവരിൽ നിന്നുള്ള എഫക്റ്റ് കുറഞ്ഞിരിക്കും. അല്ല വരുന്ന പ്രശ്നം അറിയോ? അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. മുകളിലോട്ട് നോക്കി ആകാശം, താഴെ ഭൂമി. അപ്പം അങ്ങനെയുള്ളവരെ ബുദ്ധി കൊണ്ടാണ് ഡീൽ ചെയ്യേണ്ടത്. പലപ്പോഴും ഉപദേശങ്ങളാണല്ലോ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അത് ചെയ്താൽ കുറ്റം, ഇത് ചെയ്താൽ ഇന്ന ചെയ്താൽ നന്നായിട്ടോ, നിങ്ങൾ അങ്ങനെയുള്ള ഉപദേശങ്ങൾ വരുമ്പോൾ ഉടനെ ആലോചിക്കാം, അവർ അതിന് യോഗ്യരാണോ? അവരങ്ങനെ യോഗ്യരായിരുന്നെങ്കിൽ അവരിപ്പോൾ എവിടെ നിന്നാനേ? അവർ ലോക തോൽവിയാണ്, പരാജയമാണ്. എന്നിട്ടോ അവരിങ്ങനെ സപ്ലൈ തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ടോ അവരുടെ ചില കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പറയുക, ഓക്കെ അവർ കയറി വരട്ടെ, അപ്പം നമ്മളിലേക്കുള്ള എഫക്റ്റ് കുറഞ്ഞിരിക്കും എന്ന് ഉള്ളതാണ്. അടുത്ത മറ്റൊരു കാര്യം, എല്ലാവരോടൊപ്പം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിലും മൈൻഡ് കൊണ്ട് ഡിറ്റാച്ച്ഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അത് ഉള്ളിൽ മാത്രമല്ല, നമ്മൾ ഒട്ടാൻ പാടില്ല. ഒപ്പം തന്നെ നമ്മുടെ കർത്തവ്യങ്ങൾ, കടമകളും കടപ്പാടുകളും മറക്കാനും പാടില്ല. എന്ന് വെച്ചാൽ അവർക്ക് ചെയ്തു കൊടുക്കാനുള്ളതെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കണം. ഒരു കണക്കും പറയാൻ പോകരുത്. നിങ്ങളുടെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവരെപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഇപ്പോൾ വീട്ടിൽ അമ്മായിമ്മ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുണ്ട്, അച്ഛനും, അവർ പറയുന്നവരാണെങ്കിലും നിങ്ങളാണ് അവർക്കൊരു ആശ്രയം. പക്ഷെ അവർക്കത് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ ഞാൻ അങ്ങോട്ട് ചെയ്യാമെന്നുള്ള മനോഭാവം വെടിയുക. ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ടല്ലോ. അപ്പോൾ നമ്മളെന്ത് വേണം? നിങ്ങളുടെ ഡ്യൂട്ടി, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അത് ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ചെയ്യുക. എൻ്റെ കർമ്മങ്ങളും കർത്തവ്യവും ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എന്നെ ഇതൊന്നും ബാധിക്കില്ല. അത് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തു കൊടുക്കുക. ഒരുപക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ കുറ്റം പറയുന്നത്. അപ്പോഴും എന്ത് വേണം? കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്യാനുള്ള ചെയ്തിട്ടുണ്ടല്ലോ. അവിടെ ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള മനോഭാവം മാറ്റുക. എനിക്കത് ചെയ്തു തന്നാൽ ഞാൻ അങ്ങോട്ട് ചെയ്തു തരാം, എനിക്കിങ്ങോട്ട് ചെയ്തു തരാത്തതുകൊണ്ടല്ലേ ഞാൻ തിരിച്ചും ചെയ്യാത്തത്. ഇങ്ങനെ ഒരു വാശി ഉള്ളിലുണ്ടെങ്കിൽ ഇവർ വളർന്നുകൊണ്ടേയിരിക്കും. അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ എപ്പോഴും ഒരു റിയാക്ട് ചെയ്യാനായിട്ട് ഒരു സംഭവം വേണം, ഒരു ഒബ്ജക്റ്റ് വേണം. അതിനൊരു തക്കം പാത്ത് നടക്കുകയായിരിക്കും. അതിന് അവസരം കൊടുക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട കടമ നിങ്ങൾ ചെയ്യുക. ഞാൻ ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ അങ്ങോട്ട് ഞാൻ ചെയ്തു തരൂ എന്നുള്ള മനോഭാവം കൊണ്ട് മാറ്റുക. അല്ലെങ്കിൽ എന്തോ അവർ ഫൈറ്റ് ചെയ്യാൻ ഒരു ഇരയെ കിട്ടിയ പോലെയാണ്, അത് കൂടിക്കൊണ്ടേയിരിക്കും. ഇത് കൃത്യമായി മനസ്സിലേക്ക് പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം എപ്പോഴും പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും സംസാരവശാലാണ് ഒരിക്കലും നമ്മൾ റിയാക്ട് ചെയ്യരുത്, ബട്ട് റെസ്പോണ്ട് ചെയ്യണം. ഒന്ന് റിയാക്ട് ചെയ്ത് ഇത്ര നാൾ പോയതേ കുഴപ്പമില്ല സാറേ എന്ന് പറയും. റിയാക്ട് അല്ല വേണ്ട, റെസ്പോണ്ട് ചെയ്യാം. യെസ്, പ്രതികരണം വേണം. എന്നെ കൊണ്ട് പറ്റില്ല, നടക്കില്ല, ഒരു പണി വല്ലതും നോക്കണമെന്ന് പറയാം. അതോടൊപ്പം തന്നെ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ, അത് പ്രതീക്ഷിക്കണ്ട, ഇങ്ങനെ പറയാമല്ലോ, റെസ്പോണ്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ബുദ്ധിപൂർവ്വമാണ് ഈ ഡീൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് പീപ്പിളിൻ്റെ അടുത്ത് ശക്തിയല്ല, അവിടെ ബുദ്ധിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ സിംഹം പതുങ്ങുന്നതേ പേടിച്ചിട്ടില്ല, കൂടുതൽ ശക്തിയോടെ കുതിക്കാനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളൊരു സിംഹബുദ്ധിയെ പോലെ അങ്ങനെ അവരെ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പായ്ക്കപ്പലിൻ്റെ ഡയറക്ഷൻ മാറ്റിയതുപോലെ പോകുന്നതിനകത്താണ് ബുദ്ധി. അതിലൂടെ മാത്രമേ ഈ നെഗറ്റീവ് പീപ്പിളിനോടൊപ്പമുള്ള സഹവാസം ഏകദേശം സക്സസ് ആയി പോകാൻ സാധ്യമാവുള്ളൂ എന്നർത്ഥം. ശരിയല്ലേ? ഞാൻ ഈ പറഞ്ഞ ടെക്നിക്കുകളൊക്കെ ഇച്ചിരി സ്പീഡിലാണ് പോയത്. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഇട്ട് കേൾക്കുക, ഓക്കെ? എന്നിട്ട് പതുക്കെ ജീവിതത്തിന് അപ്ലൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ശാന്തി സമാധാനവും അവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്താം. നന്ദി, നമസ്കാരം.